നമുക്കിന്നതേ ഈ പാർട്ടി വെയർ കമ്മൽ ചെയ്താലോ? അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാതിരി വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുമാതിരി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ OHP ഷീറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് സ്റ്റാർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോണാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. B7000 ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. പിന്നെ ചുറ്റിലും നമ്മൾ സ്റ്റോൺ ചെയിനാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കട്ട് ചെയ്തിട്ടുള്ള സ്റ്റോൺ ചെയിൻ 3 സ്റ്റോൺസ് വെച്ചിട്ടാണ് കേട്ടോ. പിന്നീടുള്ളതൊക്കെ രണ്ടെണ്ണം വെച്ചിട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു സ്റ്റാറിന് ചുറ്റും കവറാവും. പിന്നെ ഒരു സൈഡ് നമ്മൾ ഒട്ടിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇത് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒട്ടിക്കാത്ത സൈഡ് ഉണ്ടല്ലോ, അവിടെ കട്ടായി പോകരുത് കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ആ ഒരു OHP ഷീറ്റിൻ്റെ പീസ് അവിടെ തന്നെ നിൽക്കണം. ഞാനിവിടെ കുഞ്ഞ് സിസേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വേറൊരു OHP ഷീറ്റിൻ്റെ പീസ് എടുക്കുക. അതിലേക്ക് ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ദേ ഈ വീഡിയോയിൽ കാണുന്ന ഓർഡറിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഗ്യാപ്പ് വിട്ടുമല്ലോ, ആ ഗ്യാപ്പിലേക്കും കൂടെ ഇതുപോലെ സ്റ്റോൺ ചെയിൻ ഇറക്കി വെച്ച് ഒട്ടിക്കുക. അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് അവിടെ വെച്ചത് കേട്ടോ. അപ്പോൾ 2 പീസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഓരോരോ ലെയറിലായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിത് അത്യാവശ്യം ഹെവി ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. നമുക്ക് അത്യാവശ്യം ഒരു ഫങ്ഷനും ഒക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ. നല്ലൊരു ഡയമണ്ട് ലുക്കൊക്കെ തരുന്ന ഒരു കമ്മലാണ്. പക്ഷേ ഇതിന് ഒട്ടും വെയിറ്റ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ ഒരു പ്ലസ് പോയിൻറ്റ്. അപ്പോൾ ദേ അടുത്ത 2 ഭാഗത്തായിട്ട്, ഇത് ഹാങ്ങിങ് പോർഷനാണ്, അതിന് 2 ഭാഗത്തായിട്ട് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ദേ അതും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോൺ ചെയിൻ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ 2 പീസ് കുറച്ച് കയറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. അതെനിക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കണു. പിന്നെ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാനും ഗ്യാപ്പില്ലാതാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നത് സേഫ്റ്റി പിന്നില്ലേ, അതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റും യൂസ് ചെയ്യാം. പിന്നെ അതെ, ഞാൻ 2 സ്റ്റോണും കൂടെ അവിടെ കയറ്റി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ എനിക്ക് ഭംഗിയായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി സ്റ്റഡ് പോർഷൻ ചെയ്യാം. സ്റ്റഡ് പോർഷൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് ഒട്ടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഗ്യാപ്പ് നമ്മൾ വിട്ടിരുന്നല്ലോ OHP ഷീറ്റിൽ, അവിടെ മാത്രമാണ് ഗ്ലൂ ആക്കി കൊടുക്കുന്നത്. പിന്നെ ഈ ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു പോർഷനിലും ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള സ്റ്റോൺ ചെയിൻ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നില്ല, ആ ഒരു സ്റ്റഡും ഒട്ടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമുക്കിത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ആടണല്ലോ കമ്മൽ. ഈ OHP ഷീറ്റ് വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഹാങ്ങിങ് ഒന്ന് ആടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഇടയ്ക്കുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഉരുക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ ഒരു സ്റ്റഡ് ബേസും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമില്ലേ? ഇതിങ്ങനെ നൈറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇടാനാണെങ്കിലും ഒട്ടും വെയിറ്റ് ഇല്ല, എന്നാൽ നല്ലൊരു ഹെവി ലുക്ക് ഉണ്ട് താനും. അപ്പം ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.